മർക്കോസിന്റെ ക്രിസ്തീയ ഗീതങ്ങൾ. ഇസ്രായേലിനാഥനായി വാഴുമേവദൈവം സത്യജീവമകമാദൈവം മധ്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ വിടുന്നു ദൈവം. അടുത്തതായി ഈ പുതുവത്സര വേളയിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നു സാന്റാക്ലോസ് അപ്പൂപ്പൻ. നമസ്കാരം. ഇന്ന് നമ്മളോട് കൂടിയുള്ളത് മറ്റാരുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ സാന്റാക്ലോസ് ആണ്. നമസ്കാരം സാന്റാക്ലോസ്. ഞാൻ നികീഷ് കുമാർ, 36 വയസ്സ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു. എന്തൊക്കെയാണ് ആകാശത്തിലെ പുതിയ വിശേഷങ്ങൾ? അതുപോലെ മറ്റൊരു ചോദ്യം, എങ്ങനെയാണ് താങ്കൾ ആകാശത്തിൽ എത്തിപ്പെട്ടത്? ആരെങ്കിലും തള്ളി കയറ്റിയതാണോ അതോ താങ്കൾ തനിയെ കയറി വരികയാണോ? ഇതൊന്നും അല്ലെങ്കിൽ കൊട്ടേഷൻ ഏൽപ്പിച്ച് തള്ളി കയറ്റുകയായിരുന്നു? എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? ഏതായാലും താങ്കളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ചെറിയൊരു ഇടവേള. നന്മ നിറഞ്ഞ ഈ വേളയിൽ എല്ലാവർക്കും അറ്റ്ലസിന്റെ ക്രിസ്മസ് ആശംസകൾ. അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം, ഇപ്പോൾ സെറാറിയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ശ്രീ സാന്റാക്ലോസ്, ക്രിസ്മസ് അപ്പൂപ്പൻ, എക്സ്മസ് ഫാദർ, സാന്റാക്ലോസ് അപ്പൂപ്പൻ എന്ന പല പേരുകളിലാണ് താങ്കൾ അറിയപ്പെടുന്നത്. സത്യത്തിൽ ഇത് ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പേരാണ്. എന്താണ് SSLC ബുക്കിലെ യഥാർത്ഥ പേര്? ഏതായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് താങ്കളുടെ ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. നന്ദി ശ്രീ സാന്റാക്ലോസ്. അടുത്തതായി നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും താരോത്സവത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 500-ൽ പരം കലാകാരന്മാരെ അണിനിരത്തിയുള്ള പ്രോഗ്രാമാണ് താരോത്സവം. ആദ്യമായി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. മ്യൂസിക് ഡയറക്ടർ ശ്രീ ശരത്, ശ്രീമതി ഉഷ ഉദു. ഇന്ന് വേദിയിൽ ആദ്യമായി പാടാനെത്തുന്നത് മറ്റാരുമല്ല, നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ സുരേഷ് ഗോപിയാണ്. സുരേഷ് പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. സുരേഷ് ഇത് ഏത് പാട്ടാണ് പാടുന്നത്? ഞാനിത് പാടുന്നത് താളവും ശ്രുതിയും സംഗതിയും ഒക്കെ ഒരു പാട്ടാണ്. വെള്ളി കൊണ്ട് മണി കെട്ടി കൊട്ട് വേണം, കുഴൽ വേണം, കുരവ വേണം. ഓ സുരേഷ്, നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജഡ്ജസിന്റെ കമന്റ്സ് കേൾക്കാം. നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. വെൽക്കം ടു ഓൾ ഓഫ് യു താരോത്സവം. ഇനി നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് കടക്കാം. ശരത് സർ. മോനെ സുരേഷ്, എന്നാ പാടാ മോനെ പാടിയേ? സംഗതിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ പാടിയ എങ്ങനെയാ മോനെ ഫ്ലാറ്റ് കിട്ടുന്നത്? അതുകൊണ്ട് സംഗതിയൊക്കെ ശരിയാകണം. പിന്നെ ശ്രുതി ഇല്ലായിരുന്നു, ഷഡ്ജം തീരെ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ 10-ൽ 5 മാർക്കേ തരുന്നുള്ളൂ. താങ്ക് യു ശരത് സാർ. അടുത്തത് ദീദി. ഹായ് സുരേഷ്, ഹൗ ആർ യു? You know what Nana party on a fantastic performance. I know. On out of 10, I give you 20 marks for you. How about a part? Hello. എനിക്ക് yes ama saikada format. Shit space Suresh Gopi. Yes, you Resh Gopi. Thank you. അടുത്തതായി സമകാലിക വാർത്താധിഷ്ഠിത പരിപാടി കണ്ണാടി.
പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. എന്ന് കണ്ണാടി എത്തിയിരിക്കുന്നത് ജാനകി ചെലവൻ എന്ന ദമ്പതികളിലേക്കാണ്. ജാനകിയെ കാണാതായിട്ട് ഇന്ന് 1 വർഷം തികയുന്നു. സംഭവത്തെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്: വെള്ളം കോരാൻ പോയതാണ് ജാനകി. അപ്പോഴാണ് ഒരു സായിപ്പ് കണ്ണിറക്കി കാണിച്ചെന്ന് പറയുന്നത്. സായിപ്പ് തട്ടിക്കൊണ്ട് പോയതാണ് എന്നാണ് അവർ സംശയിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഞങ്ങൾക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ്, SMS അയക്കേണ്ട നമ്പർ ഇതാണ്: 1234 എന്ന നമ്പറിലേക്കാണ് ജാനകി സാഹിബ് തട്ടിക്കൊണ്ട് പോയെന്ന് അഭിപ്രായപ്പെടുന്നവർ അറിയിക്കേണ്ടത്. 5678 നമ്പറിലേക്ക് ഇല്ലെന്ന് അഭിപ്രായപ്പെടുന്നവരും SMS അയക്കുക. ഇതോടെ ഇന്നത്തെ കണ്ണാടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ചിത്രഗീതം. സൂപ്പർ ഹിറ്റ് ഗാനങ്ങളെ കോർത്തിണക്കിയ പരിപാടിയാണ് ചിത്രഗീതം. ചിത്രഗീതത്തിൽ ഇന്ന് പ്രശസ്ത ഗാനരചയിതാവും ഗായകനുമായ ശ്രീ ജാസി ഗിഫ്റ്റ് ആദ്യമായി പാടിയ ഒരു അടിപൊളി സോങ്ങാണ് ഫോർ ദ പീപ്പിൾ എന്ന മൂവിയിലെ ലജ്ജാവതി. ഇന്ന് ചിത്രഗീതത്തിൽ ആദ്യമായി ലജ്ജാവതിയെ എന്ന് തുടങ്ങുന്ന ഗാനം. അടുത്തതായി ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിലെ ഒരു പാട്ടാണ്. കണ്ണിലൊരു മുള്ളുകൊണ്ടു കാതിലൊരു ഞുള്ളു തന്നാട് കാതൽ തോന്നിയാട കേട്ടത് കൊഞ്ചൽ കൂടിയാട കേട്ടത് കൂട്ടം തെറ്റിയാട കേട്ടത് കൂട്ടിൽ കൂടിയാട കേട്ടത് യോയോ. അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും സൂപ്പർ സ്റ്റാർസ് ദിലീപ് ഒരു വ്യത്യസ്ത കഥാപാത്രമായി വന്ന സിനിമയാണ് ചാന്ദ് പൊട്ട്. ചാന്ദ് പൊട്ടിലെ ഒരു ഗാനമാണ്.